നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കഠിനംകുളത്ത് യുവതിയെ കുത്തിക്കൊന്നയാളെ കണ്ടെത്താനാകാതെ പോലീസ്. കൊല്ലപ്പെട്ട യുവതിയുടെ സ്കൂട്ടർ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തി. പ്രതി ട്രെയിനിൽ രക്ഷപ്പെട്ടെന്ന് നിഗമനം. മലയിൻകീഴിൽ നിന്ന് കാണാതായ കുടുംബത്തിനായി അന്വേഷണം ഊർജിതം. ആശുപത്രിയിലേക്ക് പോയ വിഷ്ണുവും ഭാര്യയും 2 മക്കളും ഇപ്പോഴും കാണാമറയത്ത്. കാണാതായിട്ട് 53 ദിനങ്ങൾ. മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകി കുടുംബം. മലപ്പുറം തിരൂരങ്ങാടിയിൽ വൻ സ്പിരിറ്റ് വേട്ട. ചരക്ക് ലോറിയിൽ കടത്തിയ 20,000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പരിശോധന നടത്തിയത് പാലക്കാട് ഡാൻസാഫും തിരൂരങ്ങാടി പോലീസും. പാലക്കാട് അധ്യാപകനെ ഭീഷണിപ്പെടുത്തിയ വിദ്യാർത്ഥിക്കെതിരെ നടപടി. +1 വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അധ്യാപകനോട് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് വിദ്യാർത്ഥി. വീഡിയോ പുറത്തുപോയതെങ്ങനെയെന്ന് അന്വേഷിക്കും. എറണാകുളം മൂത്തകുന്നത്ത് ചരക്ക് ലോറിക്ക് തീപിടിച്ചു. അപകടത്തിൽപ്പെട്ടത് പൂക്കാട്ടുപടിയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോയ അരിലോറി. ഡ്രൈവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വിശദമായി തന്നെ നോക്കാം. മലപ്പുറം തിരൂരങ്ങാടി കുളപ്പുറത്ത് വൻ സ്പിരിറ്റ് വേട്ട. 20,000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പാലക്കാട് ഡാൻസാഫ് സംഘവും തിരൂരങ്ങാടി പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. പാലക്കാട് ഡാൻസാഫ് ടീമാണ് പിടികൂടിയത്. ചരക്ക് ലോറിയിൽ മറ്റ് സാധനങ്ങൾ എന്ന വ്യാജേന കൊണ്ടുപോവുകയായിരുന്നു. തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ കുത്തിക്കൊന്ന കേസിൽ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. കൊലയ്ക്ക് ശേഷം പ്രതി രക്ഷപ്പെട്ട സ്കൂട്ടർ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പ്രതി ട്രെയിനിൽ രക്ഷപ്പെട്ടേക്കാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് കഠിനംകുളത്തെ വാടക വീട്ടിൽ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംഭവം നടന്ന് ഒരു ദിവസത്തിനു ശേഷവും പ്രതിയെക്കുറിച്ച് പോലീസിന് വ്യക്തമായ വിവരമില്ല. കൃത്യം നടത്തിയ ശേഷം പ്രതി രക്ഷപ്പെട്ട യുവതിയുടെ സ്കൂട്ടർ ഇന്നലെ വൈകിട്ട് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും കണ്ടെത്തി. ഇതോടെ ഇയാൾ ട്രെയിനിൽ രക്ഷപ്പെട്ടോ എന്ന സംശയത്തിലാണ് പോലീസ്. ട്രെയിനുകൾ കേന്ദ്രീകരിച്ചും എറണാകുളത്തും തെരച്ചിൽ നടത്തുന്നുണ്ട്. CCTVകളും മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുന്നു. പ്രതി എറണാകുളം സ്വദേശിയാണ്. യുവതിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയം. ദിവസങ്ങൾക്ക് മുൻപാണ് ഇയാൾ കഠിനംകുളത്തെത്തിയതെന്ന് പോലീസ് പറയുന്നു. പെരുമാതുറയിൽ വീട് വാടകയ്ക്കെടുത്തായിരുന്നു താമസം. തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഇയാൾ വീട്ടിൽ നിന്നും അവസാനമായി പുറത്തുപോയത്. ഈ വീട്ടിലും പരിശോധന നടത്തിയെങ്കിലും കാര്യമായി ഒന്നും ലഭിച്ചില്ല. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. ആതിരയുടെ ഭർത്താവിനെയും ചോദ്യം ചെയ്യും. പ്രതിയിൽ നിന്ന് വധഭീഷണിയുണ്ടായിരുന്നതായി ആതിര പറഞ്ഞിരുന്നുവെന്ന് ഭർത്താവ് മൊഴി നൽകിയതായാണ് സൂചന. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യത്തിലും അന്വേഷണ സംഘം വ്യക്തത വരുത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് തൃത്താലയിൽ അധ്യാപകനെ ഭീഷണിപ്പെടുത്തിയ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അധ്യാപകനോട് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞു. വീഡിയോ പുറത്തുപോയത് എങ്ങനെയെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഹയർ സെക്കൻഡറി ഡയറക്ടർ ആവശ്യപ്പെട്ടു. ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥി അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഈ വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു. സംഭവത്തിൽ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. സ്കൂൾ അധികൃതർ പോലീസിലും പരാതി നൽകി. ദേഷ്യത്തിൽ പറഞ്ഞുപോയതാണെന്നും മാപ്പ് പറയാൻ തയ്യാറാണെന്നും വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞു. തുടർന്നും സ്കൂളിൽ പഠിക്കാൻ അവസരം നൽകണമെന്നും വിദ്യാർത്ഥി അഭ്യർത്ഥിച്ചു. ഇക്കാര്യത്തിൽ PTA തുടർ നടപടികൾ സ്വീകരിക്കും. മൊബൈൽ ഫോൺ പിടിച്ചുവച്ചതിനാണ് വിദ്യാർത്ഥി അധ്യാപകനെ ഭീഷണിപ്പെടുത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. സ്കൂളിൽ മൊബൈൽ കൊണ്ടുവരരുതെന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഇത് ലംഘിച്ച് മൊബൈലുമായി വന്ന വിദ്യാർത്ഥിയെ അധ്യാപകൻ പിടിക്കുകയും ഈ ഫോൺ പ്രധാന അധ്യാപകനെ ഏൽപ്പിക്കുകയുമായിരുന്നു. ന്യൂസ് 18 പാലക്കാട്. എറണാകുളം മൂത്തകുന്നത്ത് ദേശീയപാതയിൽ ചരക്ക് ലോറിക്ക് തീപിടിച്ചു. പൂക്കാട്ടുപടിയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന അരിലോറിക്കാണ് തീപിടിച്ചത്. ആർക്കും പരിക്കുകളില്ല. നോർത്ത് പറവൂർ ഫയർഫോഴ്സ് തീയണച്ചു. പുറകിലുള്ള വാഹനത്തിലുള്ളവരാണ് തീ കത്തുന്നത് കണ്ട് ഡ്രൈവറെ അറിയിച്ചത്. കർണാടകയിലെ യെല്ലാപുരയിൽ ട്രക്ക് മറിഞ്ഞ് 10 പേർക്ക് ദാരുണാന്ത്യം. സവനൂരിൽ നിന്ന് കുംട്ട മാർക്കറ്റിലേക്ക് പച്ചക്കറിയുമായി പോയവരാണ് അപകടത്തിൽപ്പെട്ടത്.
15 പേർക്ക് പരിക്കേറ്റു. ട്രക്കിൽ 40 പേരാണ് ഉണ്ടായിരുന്നത്. പരിക്കേറ്റവരെ യെല്ലാപുര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പാലക്കാട് പട്ടാമ്പിയിൽ ബസ്സും കാറും ഇടിച്ചുണ്ടായ അപകടത്തിൽ പിഞ്ചു കുട്ടികളടക്കം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഇന്നലെ വൈകുന്നേരം കോളേജിന് സമീപമാണ് അപകടമുണ്ടായത്. പട്ടാമ്പിയിൽ നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് കാറിലിടിക്കുകയായിരുന്നു. കുട്ടികളടക്കം 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ വാതിലിന്റെ ചില്ല് തകർന്ന് കുട്ടികളുടെ ദേഹത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. നിസ്സാര പരിക്കുകളോടെ കുടുംബം രക്ഷപ്പെട്ടു. 53 ദിവസമായി ഒരു കുടുംബത്തിലെ 4 പേരെ കാണാനില്ലെന്ന് പരാതി. മലയങ്കിഴ് വിളവൂർക്കൽ ശിവശൈലം വീട്ടിൽ വിഷ്ണുവിനെയും ഭാര്യയെയും 2 മക്കളെയുമാണ് കാണാതായത്. പോലീസിനും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകിയിട്ടും ഇതുവരെ ഇവരെ കണ്ടെത്താനായിട്ടുമില്ല. എന്റെ മോന് 2 കുഞ്ഞുങ്ങൾ, അവന്റെ ഭാര്യ, അല്ലാതെ ഇവിടുന്ന് പോകാത്തൊക്കെ അവർക്ക് യാതൊരു പ്രശ്നമില്ല. എന്നോടാണ് പറഞ്ഞിട്ട് പോയത്. അന്ന് ഭർത്താവ് ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ മാത്രം ഇവിടെ ഉണ്ടായിരുന്നു. മക്കളെ കാണാതായതോടുകൂടി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ഈ അച്ഛനും അമ്മയും. 53 ദിവസം കഴിയുന്നു മകൻ വിഷ്ണുവിനെയും ഭാര്യ കാവ്യയെയും മക്കളായ 4 വയസ്സുകാരി അൻവികയെയും 3 മാസം പ്രായമുള്ള കുഞ്ഞുമകൻ അദ്വൈതിനെയും കാണാതായിട്ട്. പിന്നെ വീടും കാറും ഒക്കെ ലോണാണ്. പിന്നെ മോന് നവംബർ വരെ ലോണൊക്കെ അടച്ചിട്ടുണ്ട്. ഡിസംബറും ജനുവരി തൊട്ട് മുടങ്ങി. ഇനി ചെയ്ത ട്രേഡിങ് ജോലി ചെയ്തുകൊണ്ടിരുന്നതിൽ വല്ല പണം നഷ്ടം വന്ന് വിഷമം കൊണ്ട് അമ്മയടുത്ത് പറയണ്ടെന്നും പറഞ്ഞ് പോയതാണോ ഒന്നും എനിക്കറിയില്ല. 2 പേരും എന്നോട് ഒരു വകയും തുറന്ന് സംസാരിക്കാറില്ല, ഒരു വകയും പറയില്ല. പോയവർ ഇന്നേ വരെ തിരിച്ചു വന്നിട്ടില്ല. മൊബൈലൊക്കെ സ്വിച്ച് ഓഫുമാണ്. ബാങ്കുകാരോ ഫ്രണ്ട്സോ അമ്മയോ ആരെയും വിളിക്കാറുമില്ല. അവർ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫാണ്. മലയൻകീഴ് പോലീസ്, കാട്ടാക്കട ഡിവൈഎസ്പി, റൂറൽ SP, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്തിരുന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ മകനാണ് വിഷ്ണു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 30-നാണ് കുടുംബസമേതം വിഷ്ണു തൈക്കാട് ആശുപത്രിയിലേക്കെന്ന് പറഞ്ഞ് പോയത്. KL 74 D 5777 എന്ന നമ്പറിലെ വിഷ്ണുവിന്റെ സ്വന്തം ടാറ്റ പഞ്ച് കാറിലാണ് ഇവർ പോയത്. പിന്നീട് ഈ സമയം വരെ തിരികെ എത്തിയിട്ടില്ല. ഇതുവരെയും പോലീസിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടുണ്ടാകാത്തതിനാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ മാതാപിതാക്കൾ. ന്യൂസ് 18 കാട്ടാക്കട. ഒടുവിൽ കാടിനോട് യാത്ര പറഞ്ഞ് നിലമ്പൂർ പൂച്ചപ്പാറ മണിയുടെ കുടുംബം മലയിറങ്ങി. 3 ആഴ്ച മുമ്പായിരുന്നു നിലമ്പൂർ പൂച്ചപ്പാറ ആദിവാസി നഗറിലെ മണി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മണിയുടെ ഭാര്യയ്ക്ക് ജോലിയും മക്കൾക്ക് ചികിത്സയും പഠനവും സർക്കാർ ഉറപ്പാക്കിയതോടെയാണ് ഇവർ കാടിറങ്ങിയത്. ഈ കാടിന്റെ ആത്മാവറിഞ്ഞവനായിരുന്നു മണി. വനവും വന്യജീവികളുമെല്ലാം ഉള്ളുകൊണ്ടറിഞ്ഞവൻ. തൻ്റെ കുഞ്ഞിനു വേണ്ടി സ്വയം ആനയ്ക്ക് മുമ്പിൽ നിന്ന് ജീവൻ ത്യജിക്കുകയായിരുന്നു മണിയെന്നാണ് ഒപ്പമുണ്ടായിരുന്നവർ ഓർത്തെടുത്തിരുന്നത്. മണി ഓർമ്മയായതോടെ പ്രിയപ്പെട്ടവരും കാടിറങ്ങുകയാണ്. മണ്ണിനെയും മരങ്ങളെയും അരുവിയെയും തൊട്ട് മലദൈവങ്ങളോട് പ്രാർത്ഥിച്ച് അവർ കാടിറങ്ങി. മണിയുടെ ഭാര്യ മാതി, മക്കളായ മീനാക്ഷി, മീര, മനു, മീന, മാതിരി എന്നിവരാണ് നാട്ടിലേക്ക് മണിയുടെ സഹോദരൻ അയ്യപ്പൻ്റെയും ഭാര്യയുടെയും ബന്ധുക്കളുടെയും കൂടെ കാട് വിട്ടിറങ്ങിയത്. നടക്കാനാവാത്ത മീനാക്ഷിയെ അയ്യപ്പൻ 2 കിലോമീറ്ററോളം ദൂരം കുട്ടയിൽ ചുമന്നാണ് വാഹനമെത്തുന്ന കണ്ണിക്കൈയിലെത്തിച്ചത്. ഒരാൾക്ക് മാത്രം നടന്നു വരാൻ കഴിയുന്ന ഇടവഴിയിൽ മീനാക്ഷിയുമായി വരുന്ന അയ്യപ്പനായി ഒപ്പമുള്ളവർ കാടുവെട്ടി വഴിയൊരുക്കി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചെറുപുഴയിലെ നെടുങ്കയം വന സ്റ്റേഷന് സമീപം ഇവരെത്തിയത്. ഇവിടെ തന്നെയുള്ള വനം ക്വാർട്ടേഴ്സിൽ ഇവർക്ക് താൽക്കാലികമായി താമസിക്കാൻ വനം വകുപ്പ് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കാടിറങ്ങിയവർക്ക് പങ്കുവയ്ക്കാൻ ഒട്ടേറെയുണ്ട് അനുഭവങ്ങൾ. എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ പോകണമെന്ന് എന്റെ തോന്നുന്നത്. എനിക്ക് പ്രത്യേകിച്ച് പുറത്ത് നിൽക്കാൻ താല്പര്യമില്ല. മീനാക്ഷി സാധാരണ കുട്ടികളെ പോലെ ആകണമെങ്കിൽ ഒട്ടേറെ ചികിത്സകൾ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള സൗകര്യം വനം വകുപ്പ് ചെയ്തിരിക്കുന്നു. മാതിക്ക് താൽക്കാലിക വാച്ചറുടെ ജോലിയും വനം വകുപ്പ് നൽകിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിൽക്കാൻ പേടി. എനിക്ക് വീടും സ്ഥലമൊക്കെ വേണം. ഞാൻ എവിടെ കണ്ടാലും എനിക്ക് പേടി. കാട്ടിലായി മണിക്ക് പകരമാവില്ലെങ്കിൽ പോലും ഇവർക്ക് വേണ്ട സഹായത്തിനായി വനം വകുപ്പും ITDPയും മഹിളാ സമഹ്യ സൊസൈറ്റിയും ഒപ്പമുണ്ട്. എല്ലാത്തിനും നന്ദി പറയുമ്പോഴും ഈ കുടുംബത്തിന് ഒന്നു മാത്രമേ പങ്കുവെക്കാനുള്ളൂ. ഇനി ഒരാളും വന്യജീവി ആക്രമണത്തിൽ ഇല്ലാതാകരുത്.
ന്യൂസ് 18 മലപ്പുറം. ലോൺ കുടിശ്ശികയെ തുടർന്ന് ജപ്തി നടപടി നേരിട്ട കുടുംബത്തിന് ആശ്വാസമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. തിരുവനന്തപുരം വെമ്പായം മുക്കംപാലമോട് സ്വദേശിനിയായ പ്രഭാകുമാരിയുടെ വീടും വസ്തുവും ജപ്തി ഭീഷണിയിലായിരുന്നു. നെടുമങ്ങാട് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ നടപടികളെ തുടർന്ന് വീട് ജപ്തി ചെയ്തപ്പോൾ തന്നെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച മന്ത്രി പിന്തുണ അറിയിച്ചിരുന്നു. കഴിഞ്ഞ മാസം 28-നാണ് പണം തിരിച്ചടച്ചില്ലെന്ന പേരിൽ പ്രഭാകുമാരിയുടെ വീട് ജപ്തി ചെയ്തത്. തുടർന്ന് മന്ത്രി നേരിട്ട് സ്ഥലത്തെത്തി. മന്ത്രിയുടെ നിർദ്ദേശാനുസരണം നാട്ടുകാർ പൂട്ടുപൊളിച്ച് കുടുംബത്തെ അകത്ത് കയറ്റി താമസിപ്പിച്ചു. 2016-ലാണ് 1.5 ലക്ഷം രൂപ വീട് പുതുക്കിപ്പണിയാൻ ലോൺ എടുത്തത്. മുന്നറിയിപ്പ് നൽകാതെയുള്ള നടപടിക്കെതിരെ ശക്തമായ നടപടിയാണ് അന്ന് മന്ത്രി GR അനിൽ സ്വീകരിച്ചത്. തുടർന്ന് പണമടക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഗ്രീൻ മർച്ചന്റ് അസോസിയേഷൻ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാനുള്ള സന്നദ്ധത മന്ത്രിയെ അറിയിച്ചു. ബാങ്കിൽ അടക്കാനുള്ള 2,16,215 രൂപയുടെ ചെക്ക് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഗ്രീൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ രാജ് പ്രഭാകുമാരിക്ക് കൈമാറി. ജപ്തി നടപടികളുടെ പേരിൽ ധനകാര്യ സ്ഥാപനങ്ങൾ കുടുംബാംഗങ്ങളെ തെരുവിലിറക്കുന്ന സമീപനം സ്വീകരിക്കരുതെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. മാനുഷിക നിലപാട് സ്വീകരിച്ച് അർഹമായ സാവകാശം ഉപഭോക്താക്കൾക്ക് നൽകാൻ ധനകാര്യ സ്ഥാപനങ്ങൾ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു. വീട് നഷ്ടപ്പെട്ട് നിസ്സഹായരായ അവസ്ഥയിൽ സഹായത്തിനായി മുൻകൈയെടുത്ത മന്ത്രിക്കും പൊതുപ്രവർത്തകർക്കും പ്രഭാകുമാരി നന്ദി പറഞ്ഞു. 85 വയസ്സുള്ള അമ്മയും ശാരീരിക വിഷമതയുള്ള ഭർത്താവുമായി 5 സെന്റിലെ ഒറ്റമുറിയിൽ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ജപ്തി നടപടികൾ ഉണ്ടായത്. വീടും വസ്തുവും തിരികെ ലഭിക്കാൻ തുക നൽകിയ ഗ്രീൻ മർച്ചന്റ് അസോസിയേഷനും പ്രഭാകുമാരി നന്ദി പറഞ്ഞു. അമ്മ യശോദക്കും ഭർത്താവ് സജിമോനുമൊപ്പമാണ് പ്രഭാകുമാരി സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ചേംബറിലെത്തി ചെക്ക് സ്വീകരിച്ചത്. ന്യൂസ് 18 വെമ്പായം. ഗുരുവായൂർ ആനക്കോട്ടയിലെ താരം നന്ദന് തിരക്കേറുകയാണ്. കഴിഞ്ഞ ആഴ്ച മദപ്പാടിൽ നിന്ന് അഴിച്ച നന്ദനെ സ്വന്തമാക്കാനായി വിവിധ ഉത്സവ കമ്മിറ്റികൾ മത്സരിക്കുകയാണ്. ഫെബ്രുവരി 10 ശേഷം നന്ദൻ പൂരപ്പറമ്പുകളിൽ സജീവമാകും. കുംഭമാസമായതോടെ കേരളത്തിൽ ഇത് പൂരക്കാലം കൂടിയാണ്. ചെറുതും വലുതുമായ നിരവധി പൂരങ്ങളാണ് തൃശൂർ, പാലക്കാട് ജില്ലകളിൽ അടുത്ത 3 മാസത്തിനിടെ ആഘോഷിക്കുക. ഈ ഉത്സവങ്ങൾക്കെല്ലാം തലയെടുപ്പുള്ള കൊമ്പന്മാർ അവിഭാജ്യ ഘടകം. കൊമ്പന്മാരിലെ വമ്പന്മാരെ അണിനിരത്താൻ ഏക്കത്തുക പലപ്പോഴും ദേശക്കമ്മിറ്റികൾ കാര്യമാക്കാറില്ല. അങ്ങനെ വിവിധ ആഘോഷ കമ്മിറ്റികൾക്ക് പ്രിയപ്പെട്ട കൊമ്പനാണ് ഗുരുവായൂർ നന്ദൻ. മദപ്പാടായിരുന്ന നന്ദനെ കഴിഞ്ഞയാഴ്ച അഴിച്ചു. പൂരപ്പറമ്പുകളിൽ സജീവമാകുന്നതേ ഉള്ളുവെങ്കിലും നന്ദനായി വിവിധ ദേശങ്ങൾ ദേവസ്വത്തെ സമീപിച്ചു കഴിഞ്ഞു. സാധാരണ ദിവസങ്ങളിൽ 1.25 ലക്ഷം രൂപയാണ് നന്ദന്റെ ഏക്കത്തുക. വിശേഷ ദിവസങ്ങളിലും 1-ൽ കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിലും ഏക്കത്തുക കൂടും. ഫെബ്രുവരി 15-ന് 1,82,000 രൂപയാണ് നന്ദന്റെ ഏക്കത്തുക. ചാലക്കുടി അന്നനാട് ധർമ്മശാസ്ത്ര ക്ഷേത്രോത്സവ കമ്മിറ്റിയാണ് 57,000 രൂപ അധികം അടച്ച് നന്ദനെ ഉറപ്പിച്ചത്. മദപ്പാടിലായിരുന്നതിനാൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണിപ്പോൾ നന്ദൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലി എടുത്ത ശേഷം ഫെബ്രുവരി 10-ന് ശേഷമാകും നന്ദൻ ഉത്സവപ്പറമ്പുകളിലെത്തുക. ന്യൂസ് 18 ഗുരുവായൂർ. കാസർഗോഡ് ആദൂർ പെരിങ്കളിയാട്ടത്തിന് ഭക്തി നിർഭരമായ തുടക്കം. കർണാടകയോട് അതിർത്തി പങ്കിടുന്ന ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിൽ പങ്കുചേരാൻ മഹാരാഷ്ട്ര, ഗോവ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഭക്തർ എത്തുന്നുണ്ട്. 3 നൂറ്റാണ്ടിന് ശേഷം നടക്കുന്ന പെരിങ്കളിയാട്ടത്തിന് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി കത്തയക്കുകയും ചെയ്തു. 351 വർഷത്തിനു ശേഷം എത്തിയ ആദൂർ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് ഭക്തി നിർഭരമായ തുടക്കം. കവുങ്ങിൻ തോട്ടത്തിന്റെ കുളിർമയും പച്ചപ്പും നിറഞ്ഞ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളാണ് എത്തുന്നത്. ഉത്സവത്തിൽ പങ്കുചേരാൻ കർണാടക, മഹാരാഷ്ട്ര, ഗോവ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമാണ് ഭക്തരെത്തുന്നത്. 4 ദിവസങ്ങളിലായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൽ അന്നപ്പ പഞ്ചുരുളി, വൈരാപുരത്ത് വടക്കൻകോടി, അസുരാളൻ, കല്ലങ്കര ചാമുണ്ടി, പടിഞ്ഞാർ ചാമുണ്ടി, മലങ്കര ചാമുണ്ടി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് വിവിധ പ്രാദേശിക സമിതികളുടെ നേതൃത്വത്തിൽ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും ഉണ്ടാകും. പെരുങ്കളിയാട്ടത്തിന് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തയച്ചു. ആഘോഷ കമ്മിറ്റിക്കും പെരുങ്കളിയാട്ട സുവനീർ പ്രസിദ്ധീകരണത്തിനും പ്രധാനമന്ത്രി ആശംസകൾ അറിയിച്ചു.
വളരെ അഭിമാനത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്കിന്ന് നിൽക്കാൻ കഴിയുന്നത്. 351 വർഷങ്ങൾക്ക് ശേഷം ഒരു പെരിങ്കളിയാട്ട മഹോത്സവം ആഘോഷിക്കുമ്പോൾ അത് തുളുനാടിൻ്റെ ഒരു മഹോത്സവമാക്കാൻ സാധിച്ചു എന്നത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. എല്ലാ ജാതി വിഭാഗങ്ങളെയും മതവിഭാഗങ്ങളെയും ഒരു കുടക്കീഴിൽ അണിനിരത്താൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇതിന് പ്രത്യേകത. തിരുവാതിര, കൈകൊട്ടിക്കളി, വിവിധ പ്രാദേശിക സമിതികൾ അവതരിപ്പിച്ച കലാസന്ധ്യ എന്നിവയും അരങ്ങേറി. ഈ മാസം 24-ന് പെരുങ്കളിയാട്ടം സമാപിക്കും. ന്യൂസ് 18 കാസർഗോഡ്. ഗുരുവായൂരിൽ ഉദയാസ്തമയ പൂജ ബുക്ക് ചെയ്തവരെ കണ്ടെത്താൻ കഴിയാതെ ദേവസ്വം. നിലവിൽ 2050 വരെയാണ് ബുക്കിംഗ് ഉള്ളത്. ബുക്ക് ചെയ്താൽ തീയതി കിട്ടുന്നത് പലപ്പോഴും 25 വർഷമൊക്കെ കഴിഞ്ഞാണ്. ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ഗുരുവായൂരിൽ ഉദയാസ്തമയ പൂജയ്ക്കായി വർഷങ്ങൾക്ക് മുൻപേ ബുക്ക് ചെയ്യണം. ഗുരുവായൂരിലെ തിരക്ക് കണക്കെടുത്താൽ പലപ്പോഴും പൂജയ്ക്കുള്ള അവസരം കിട്ടുന്നത് വർഷങ്ങൾക്ക് ശേഷമാകും. ഇത് ചിലപ്പോൾ 25 മുതൽ 30 വർഷം വരെയാകാം. എന്നാൽ ഇങ്ങനെ ബുക്ക് ചെയ്തവരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ് ദേവസ്വം. പൂജയുടെ തീയതി അടുക്കുമ്പോൾ വഴിപാടുകാരെ കത്തയച്ചറിയിക്കുന്നതാണ് പതിവ്. പലരെയും ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ നൽകിയ അഡ്രസ്സിലോ ലാൻഡ് ലൈൻ നമ്പറിലോ കിട്ടാറില്ല. ഇതോടെ പൂജ ബുക്ക് ചെയ്തവരുമായി ബന്ധപ്പെടാനാകാത്ത സ്ഥിതിയാണ്. പലർക്കും കത്തയച്ചിട്ടും മറുപടിയില്ല. 1996-97 കാലഘട്ടത്തിൽ ബുക്ക് ചെയ്തവരുടെ പൂജയാണ് ഇപ്പോൾ നടക്കുന്നത്. അന്ന് 50,000 രൂപയായിരുന്നു നിരക്ക്. 1997 മുതൽ 2000 വരെ ഉദയാസ്തമയ പൂജ ബുക്ക് ചെയ്തവർ ദേവസ്വത്തെ ബന്ധപ്പെടണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് 18 ഗുരുവായൂർ. സംസ്ഥാന ടെലിവിഷൻ അവാർഡ് തിളക്കത്തിലാണ് ന്യൂസ് 18 കേരളം. സ്കൂൾ വിദ്യാർത്ഥിയെ അവതാരകനാക്കിയുള്ള പാഠം 4 എന്ന പരിപാടിക്കാണ് പുരസ്കാരം. തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന അദ്വൈത് എസിനാണ് പുരസ്കാരം. മാധ്യമരംഗത്ത് വളർന്നു വരേണ്ടതായ കുട്ടികൾക്കുള്ള അഭിനന്ദനമെന്ന് ജൂറി വിലയിരുത്തി. മന്ത്രി സജി ചെറിയാനാണ് 2023 ടെലിവിഷൻ പുരസ്കാരം പ്രഖ്യാപിച്ചത്. ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന വർക്കല പാപനാശത്ത് അടിസ്ഥാന സൗകര്യമില്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ്. തീരം മോടി പിടിപ്പിക്കുന്നതിന് അടക്കം വേണ്ട ഒരു പദ്ധതിയും ഇവിടെ നടപ്പാക്കുന്നില്ല. മനോഹരമായ തീരം, കടലിന് അഭിമുഖമായി നിൽക്കുന്ന പ്രകൃതിദത്ത കുന്നുകൾ, ഈ ഭംഗി ആസ്വദിക്കാൻ ആയിരങ്ങൾ എത്തുന്നുണ്ട് വർക്കല പാപനാശത്ത്. പക്ഷേ ഇവിടെ എത്തുന്നവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ ദയനീയമാണ് സ്ഥിതി. തീരത്തോട് ചേർന്ന് കാൽനടയാത്രയ്ക്കായി നിർമ്മിച്ച നടപ്പാത ഇളകി അപകടാവസ്ഥയിലായിട്ട് കാലങ്ങളായി. സഞ്ചാരികൾക്ക് വിശ്രമിക്കാനും ഇരിക്കാനുമുള്ള ഇരിപ്പിടമില്ല. ബലിതർപ്പണം നടത്തുന്ന തന്ത്രിമാർ ടാർപോളിനും മുഷിഞ്ഞ തുണികളും കൊണ്ട് ഷെഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ ഒരു സ്ഥലം വളരെ മോശമായ രീതിയിൽ നമ്മൾ ആ പാപനാശത്തേട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. കൂടാരവും വല്ലാത്ത ഒരു അവസ്ഥയിൽ തന്ത്രിമാരുണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സംഭവം. അത് നല്ല വൃത്തിയായ രീതിയിൽ ഉണ്ടാക്കി വെക്കാം. അതിന് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു എന്തെങ്കിലും ഒരു ഇതുണ്ടാകണം. അതുപോലെ നടപ്പാത ആളുകൾ നടന്നു പോകാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഒന്ന് വരുന്ന ഒരു പ്രായമുള്ളവർക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വിശ്രമിക്കാൻ പോലും ഒരു ബെഞ്ചോ എന്തെങ്കിലും കൊണ്ട് അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം തെങ്ങും തടിയുടെ പുറത്തും കല്ലിന്റെ പുറത്തും ഒക്കെ ആളുകൾ ഇരിക്കുന്നത്. പുതുതായി നിർമ്മാണം നടത്തിയ ടോയ്ലറ്റ് ബ്ലോക്കും നശിച്ചു. ഇവിടെ നിന്നുള്ള മാലിന്യം പരന്നൊഴുകുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും മേഖല സന്ദർശിച്ച് നിരവധി വികസന പദ്ധതികൾ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഒന്നും നടപ്പായില്ല. ക്ലിഫ് ഇടിയുന്നതിനടക്കം നടപടിയെടുക്കുന്നില്ല. ടൂറിസ്റ്റുകളിൽ നിന്നുള്ള വരുമാനം മാത്രം ലക്ഷ്യമിടുന്നതിനു പകരം സൗകര്യങ്ങൾ കൂടി ഒരുക്കിയാൽ നന്നാകുമെന്നാണ് സഞ്ചാരികൾ പറയുന്നത്. ന്യൂസ് 18 വർക്കല. 6 വരി ദേശീയപാത നിർമ്മാണം നടക്കുന്ന കാസർഗോഡ് ഉപ്പളയിലെ ഫ്ളൈ ഓവർ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. ഏറെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന മേഖലയിൽ ഫ്ളൈ ഓവർ യാഥാർത്ഥ്യമാകുന്നത് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. ദേശീയപാതയിലൂടെ മംഗലാപുരത്തേക്ക് ഉപ്പള ടൗൺ വഴി ദിവസവും കടന്നു പോകുന്നത് 10,000-ങ്ങളാണ്. വലിയ ഗതാഗതക്കുരുക്കാണ് ഈ മേഖല നേരിടുന്നത്. നഗരത്തിലെ തിരക്ക് കണക്കിലെടുത്ത് ജനപ്രതിനിധികളും നാട്ടുകാരും നൽകിയ നിവേദനങ്ങളെ തുടർന്നാണ് ഫ്ളൈ ഓവർ അനുവദിച്ചത്. പാത വികസനത്തിന്റെ ഭാഗമായി വെഹിക്കിൾ അണ്ടർ പാസേജാണ് ആദ്യഘട്ടം അനുവദിച്ചത്. ഉപ്പള ടൗണും ബസ് സ്റ്റാൻഡും ഉൾപ്പെടുന്ന തിരക്കേറിയ പ്രദേശത്ത് 210 മീറ്റർ നീളത്തിലാണ് ഫ്ളൈ ഓവർ വരുന്നത്. 10 സ്പാനുകളുള്ള ഫ്ളൈ ഓവറിൽ 3 സ്പാൻ കോൺക്രീറ്റിംഗ് മാത്രമാണ് ബാക്കിയുള്ളത്. 8 മാസം മുമ്പ് തുടങ്ങിയ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. വാഹനങ്ങൾ കടന്നു പോകേണ്ട ഫ്ളൈ ഓവറിന് 37 മീറ്റർ വീതിയുണ്ട്. ഇതിന് താഴെയായി ഉപ്പള ബസ് സ്റ്റാൻഡിലേക്കും സർവീസ് റോഡിലേക്കും വലിയ വാഹനങ്ങൾക്കടക്കം കടന്നു പോകാൻ വഴിയുണ്ട്.
മാർച്ചോടെ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുമെന്ന് കരാർ കമ്പനിയുടെ ഡെപ്യൂട്ടി പ്രോജക്ട് മാനേജർ KTK അജിത് അറിയിച്ചു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തലപ്പാടി ചെങ്കള റീച്ചിലെ 39 കിലോമീറ്ററിലാണ് ഫ്ലൈ ഓവർ ഉയരുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. മണ്ണാർക്കാട് മൈലാമ്പാടം പള്ളിക്കുന്നിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. പോക്കറ്റ് റോഡിൽ നിന്നും ഇറങ്ങി വരികയായിരുന്ന ബൈക്കും മൈലാമ്പാടം ഭാഗത്ത് നിന്ന് പള്ളിക്കുന്ന് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. മണ്ണാർക്കാട് സ്വദേശി കല്ലംകുന്നൻ സുബൈർ, നൈച്ചുള്ളി സ്വദേശി മയമുപ്പ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരു സിനിമാ വാർത്തയിലേക്കാണ്. ശങ്കർ, അംബിക, ഷീല എന്നിവർ പ്രധാന വേഷങ്ങൾ ചെയ്യുന്ന ഒരു കഥ ഒരു നല്ല കഥ എന്ന സിനിമയുടെ ട്രെയിലറും പാട്ടുകളും പുറത്തിറക്കി. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഫിലിം ചേംബർ സെക്രട്ടറി സജി നന്ദ്യാട്ട് ഓഡിയോ റിലീസ് ചെയ്തു. ബ്രൈറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബ്രൈറ്റ് തോംസൺ ആണ് ഒരു കഥ ഒരു നല്ല കഥ എന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സിനിമയുടെ ഗാനങ്ങൾ ആലപിച്ച അഖില ആനന്ദ്, സരിത രാജീവ്, യദു കൃഷ്ണൻ, നടനും നിർമ്മാതാവുമായ അശോക് കുമാർ, സുഭാഷ് പുഞ്ചക്കോട്ടിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നന്ദ്യാട്ട് റിലീസാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. നീണ്ട 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബ്രൈറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരു സിനിമ നിർമ്മിക്കാൻ ഞാൻ തീരുമാനിച്ചു. തേയിലത്തോട്ട തൊഴിലാളികളുടെ ജീവിതത്തിലുള്ള ഒരു യാത്രയാണ് ഈ സിനിമ. പാപ്പച്ചമ്മയാണ് പാലക്കാട് പട്ടാമ്പിയിലെ തടയണ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. ഈ വേനലിന് മുമ്പ് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 22 കോടിയോളം രൂപ ചെലവഴിച്ചുള്ള തടയണ നിർമ്മാണം കാർഷിക മേഖലയ്ക്കും കുടിവെള്ള സ്രോതസ്സുകൾക്കും വലിയ പ്രയോജനമാണ്. കിഴായൂർ നമ്പ്രത്തെയും തൃത്താല മണ്ഡലത്തിലെ ഞങ്ങാട്ടിരിയെയും ബന്ധിപ്പിച്ചാണ് തടയണ നിർമ്മാണം. നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 310 മീറ്റർ നീളവും 2 മീറ്റർ ഉയരവും ഉണ്ടാകും. 28 ഷട്ടറുകൾ ഉണ്ടാകും. ഇതുവഴി തടയണയിൽ ജലനിരപ്പ് ക്രമീകരിക്കാനാകും. ഇരുഭാഗത്തും സുരക്ഷാഭിത്തികൾ നിർമ്മാണം പുരോഗമിക്കുകയാണ്. വേനലിന് മുൻപ് തടയണ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. 22 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം. തടയണ യാഥാർത്ഥ്യമാകുന്നതോടെ കീഴായൂർ പാടശേഖരം, ആര്യമ്പാടം പാടശേഖരം, ഓങ്ങല്ലൂരിലെയും തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടിരിയിലെയും തിരുമിറ്റക്കോടിയിലെയും 947 ഹെക്ടർ പാടശേഖരങ്ങളിൽ ജലസേചനം ഉറപ്പുവരുത്താനാകും. വെള്ളിയാങ്കല്ല് തടയണയുടെ പ്രയോജനം പട്ടാമ്പി പാലം വരെ മാത്രം ലഭിക്കുന്ന സാഹചര്യത്തിൽ നഗരത്തിലെ പ്രധാനപ്പെട്ട 2 കുടിവെള്ള പദ്ധതികളുടെയും ജലസേചന പദ്ധതികളുടെയും പമ്പിംഗ് പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് വെള്ളമില്ലാത്തത് പ്രതിസന്ധിയാകാറുണ്ട്. പട്ടാമ്പിയിലെ ജലക്ഷാമത്തിനും കാർഷിക ജലസേചനത്തിനും തടയണ ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പട്ടാമ്പി. കാസർഗോഡ് മുഗ്രാലിൽ ഓട്ടോ ഡ്രൈവറെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. 2 പേർ പിടിയിലായി. അഭിലാഷ്, അഹമ്മദ് കബീർ എന്നിവരാണ് പിടിയിലായത്. മുൻ ഭാര്യയുമായി ഓട്ടോ ഡ്രൈവറായ അബൂബക്കർ സിദ്ദിഖിന് സൗഹൃദമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണമെന്ന് പോലീസ് പറയുന്നു. 10ഓളം കേസുകളിൽ പ്രതിയാണ് ഹബീബ് എന്ന അഭിലാഷ്. കോഴിക്കോട് ചാത്തമംഗലം പുള്ളാവൂരിൽ വീടിനോട് ചേർന്നുള്ള കൃഷിസ്ഥലത്ത് നിന്നും പെരുമ്പാമ്പുകളെ പിടികൂടി. 5 പെരുമ്പാമ്പുകളെയാണ് പിടികൂടിയത്. കുട്ടികൾ കളിക്കുന്നതിനിടെയാണ് പാമ്പിനെ കണ്ടത്. പാമ്പുകളെ വനം വകുപ്പിന് കൈമാറി. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തവണ കൊല്ലം ജില്ലയിലും ചക്ക വിളവിൽ നേരിയ കുറവ്. ജനുവരി പകുതിയായിട്ടും പല സ്ഥലങ്ങളിലും ചക്ക ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതോടെ ചക്ക മോഹവില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ്. സാധാരണയായി കനത്ത മഴ കഴിഞ്ഞു വരുന്ന പകൽ വെയിലും രാത്രി മഞ്ഞുമാണ് ചക്കയുണ്ടാകുന്നതിന് ഉത്തമം. ഇത്തവണ ചക്ക ഉണ്ടായി തുടങ്ങേണ്ട കാലത്ത് ശക്തമായ മഴയായിരുന്നു. മഞ്ഞും വെയിലും ഒരുപോലെയും മതിയായ കാറ്റും ലഭിച്ചാൽ മാത്രമേ ചക്ക നന്നായി വിളവുണ്ടാകൂ. ജില്ലയിൽ കിഴക്കൻ മേഖലയിൽ മാത്രമാണ് ഇത്തവണ നല്ല കാറ്റ് ലഭിച്ചത്. മുൻകാലങ്ങളിൽ തമിഴ്നാടുകളിൽ കൊണ്ടുപോയി ചക്ക വിൽപ്പന നടത്തിവരുന്നവർ ഇപ്പോൾ നാട്ടിൽ കൊടുക്കാൻ പോലും ചക്ക തികയുന്നില്ലെന്നാണ് പറയുന്നത്. ആദ്യം കാറ്റ് കിട്ടിയെങ്കിൽ ആദ്യം ചക്ക വീഴ്ത്താനെ വിളഞ്ഞ ചക്ക. ആദ്യം നമുക്ക് കാറ്റ് കിട്ടില്ല. രണ്ടാമത് വീഴുന്നതിലാണ് ഇത്. രണ്ടാമത്തെ കാറ്റിലാണ്. ആദ്യത്തെ ചെറിയ ഒരു രീതിയിൽ വീഴുന്നതാണ് ഇത്. പക്ഷെ ആദ്യത്തെ കാറ്റ് നമുക്ക് അടിച്ചായിരുന്നെങ്കിൽ നമുക്ക് ചക്ക വിളഞ്ഞ ചക്ക നേരത്തെ പറിച്ചു തിന്നായിരുന്നു.
ഇതിപ്പോ സീസൺ കഴിഞ്ഞാണ് ചക്ക ഇരിക്കുന്നത്. ഇപ്പം ഇഞ്ചിയൊക്കെയാണ് കിടക്കുന്നത്. ഇതൊക്കെ മുമ്പേ വീണയൊക്കെയാണ്. നമ്മുടെ ഇവിടെ ചക്ക വന്നിട്ടില്ലല്ലോ. ചക്ക വന്നിട്ടില്ല, വലുതായിട്ട് വന്നിട്ടില്ല. വിപണിയിലൊക്കെ ഓരോ 2 3 ചക്കയാണ് ഓരോ സ്ഥലത്തുനിന്ന് കൊണ്ടുവരും. ഇതിനൊക്കെ ഒന്നിച്ച് ചക്ക വരത്തില്ല, അല്ലെങ്കിൽ കൊത്ത ചക്ക വെട്ടിക്കൊണ്ടിരുന്നു. വരിക്ക, കൂഴ തുടങ്ങിയ ഇനത്തിൽപ്പെട്ട ചക്കകൾക്കാണ് പ്രിയമേറുന്നത്. വർഷങ്ങളായി കുന്നിക്കോട് പച്ചില വളവിലാണ് നസീർ ചക്ക വിൽപ്പന നടത്തുന്നത്. സ്വദേശികളും വിദേശികളും ശബരിമല തീർത്ഥാടകരും ചക്ക വാങ്ങാറുണ്ടെന്നാണ് നസീർ പറയുന്നത്. കാലാവസ്ഥയിലെ വ്യതിയാനം ചക്കയുടെ സംഭരണത്തെയും വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തെയും വിപണനത്തെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. ഈ റിപ്പോർട്ടോടെ സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ആലുവയിൽ